ഫെയ്ത്ത് ക്ലിയറൻസിന്റെ 51ാമത്തെ ഇന്നത്തെ എപ്പിസോഡിൽ സിറോ മലബാർ സഭാംഗങ്ങളായിരിക്കുന്നവര് അവരുടെ പേരുകൾ കാലാകാലങ്ങളായിട്ട് ഡോക്യുമെന്റുകളിൽ എഴുതേണ്ടി വരുമ്പോൾ RC റോമൻ കാത്തലിക്, RCS അങ്ങനെയൊക്കെ പല വിധത്തിലാണ് എഴുതിക്കൊണ്ടിരുന്നത്. എന്നാൽ 2023 കേരള സർക്കാർ പുറപ്പെടുവിച്ച ഔദ്യോഗികമായിട്ടുള്ള രേഖ പ്രകാരം സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് 2023 ജൂലൈ മാസം 8-ാം തീയതി പുറപ്പെടുവിച്ച കൽപ്പന പ്രകാരം 2023 ഓഗസ്റ്റ് 8 അത് ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഇപ്പോൾ 3 വർഷങ്ങൾ പിന്നിട്ടിട്ടും അതിനെക്കുറിച്ച് നമ്മിൽ പലർക്കും വ്യക്തതയില്ലായ്മയും തെറ്റിദ്ധാരണയൊക്കെ കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്നത്തെ ഈ എപ്പിസോഡിൽ സിറോ മലബാർ സഭാംഗങ്ങൾ അവർ ഡോക്യുമെന്റുകളിൽ മതം എന്നുള്ളിടത്ത് ക്രിസ്ത്യൻ എന്ന് ഉപയോഗിച്ചതിന് ശേഷം ഡിനോമിനേഷൻ സൂചിപ്പിക്കേണ്ട അടുത്ത കോളത്തിൽ രേഖപ്പെടുത്തേണ്ട പേരിൻ്റെ വ്യക്തതയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് കണ്ടുമുട്ടുന്നത്. അവിടെ രേഖപ്പെടുത്തേണ്ടത് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. RCSC റോമൻ കാത്തലിക് എന്നൊക്കെ സിറോ മലബാർ സഭാംഗങ്ങൾ SSLC ബുക്കിലും മറ്റ് രേഖകളിലൊക്കെ കാലങ്ങളായിട്ട് രേഖപ്പെടുത്തി പോരുന്നതാണ്. എന്നാൽ 2023 മുതൽ ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള രേഖ പുറപ്പെടുവിച്ചത് മുതൽ അങ്ങനെ സാധ്യമല്ല എന്ന് നമ്മളിൽ പലരും ഇപ്പോഴും വ്യക്തമായി അറിവുള്ളവരല്ല. സർക്കാർ 2023 പുറപ്പെടുവിച്ച ഗസറ്റിൽ 164 വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നതിൽ 163ാമതായിട്ട് സിറോ മലബാർ സഭാംഗങ്ങൾ ഇനി മുതൽ ഉപയോഗിക്കേണ്ടത് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്നായിട്ട് വ്യക്തമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാണ്. ഇതിൽ സിറോ മലബാർ എന്നത് സഭയുടെ പേരാണ്. അപ്പോൾ സിറിയൻ കാത്തലിക് എന്നുകൂടി അത് ചേർത്തിട്ടുണ്ട്. എന്തിനാണ് സിറോ മലബാറിൻ്റെ കൂടെ സിറിയൻ കാത്തലിക് എന്ന് ചേർത്തിരിക്കുന്നത് എന്നൊരു സംശയം വരാം. സിറോ മലബാർ സഭയ്ക്കുള്ളിൽ തന്നെ പല വിഭാഗങ്ങൾ ഉണ്ട് എന്ന് നാം മനസ്സിലാക്കണം. സിറിയൻ കാത്തലിക് ആയിട്ടുള്ളവരുണ്ട്, ജ്ഞാനായ കാത്തലിക്സ് ഉണ്ട്, ദളിത് കാത്തലിക്സ് ഉണ്ട്, നാടാർ കാത്തലിക്സ് എന്നീ ഉപവിഭാഗങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നു. ഇന്ന് സിറോ മലബാർ സഭ ഒരു ആഗോള സഭയായിട്ട് വ്യാപൃതമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ വിവിധ ഗോത്രവർഗ വിഭാഗങ്ങൾ തുടങ്ങിയവരൊക്കെ മിഷൻ പ്രദേശങ്ങളിൽ സിറോ മലബാർ സഭാംഗങ്ങളായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പല ഉപവിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ച് ഒറ്റ നാമധേയത്തിൽ ആയി മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് നാമകരണം ചെയ്തിട്ടുള്ളത്. നമ്മുടെ അപേക്ഷാ ഫോമുകളിൽ ആദ്യം മതം എന്നുള്ള ഒരു കോളം കാണും. അവിടെ ക്രിസ്ത്യൻ എന്നാണ് രേഖപ്പെടുത്തേണ്ടത്. തുടർന്ന് ഡിനോമിനേഷൻ സൂചിപ്പിക്കാനുള്ള കോളത്തിലാണ് RCSC റോമൻ കാത്തലിക് എന്നൊക്കെ രേഖപ്പെടുത്തിയിരുന്ന ആ കോളത്തിൽ ഇപ്പോൾ നമ്മൾ രേഖപ്പെടുത്തേണ്ടത് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാണ്. ക്രിസ്ത്യൻ എന്നതിൽ തന്നെ പല ഉപവിഭാഗങ്ങൾ ഉള്ളത് കൊണ്ട് നമ്മൾ കാത്തലിക് ആണ് എന്ന് കാണിക്കുന്നതിന് വേണ്ടി കൂടിയാണ് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്നാക്കിയിരിക്കുന്നത്. ഇവിടെ പലപ്പോഴും സംശയമായിട്ട് വരുന്നത് മുൻകാലങ്ങളിൽ RCSC റോമൻ കാത്തലിക് എന്നൊക്കെ രേഖപ്പെടുത്തിയിരുന്നത് കൊണ്ട് EWS പോലെയുള്ള ആനുകൂല്യങ്ങളോ മറ്റേതെങ്കിലും തരത്തിൽ അവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ ഉയർന്നു വരാൻ സാധ്യതയുണ്ടോ എന്നതാണ്. എന്നാൽ മുൻകാലങ്ങളിൽ ആ രീതിയിൽ പേര് രേഖപ്പെടുത്തിയിരുന്നത് കൊണ്ട് ഒരു ആനുകൂല്യവും നഷ്ടമാകുന്നില്ല എന്നാണ് അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഉത്തരം. അങ്ങനെയുള്ള അപേക്ഷകളുടെ സാഹചര്യത്തിൽ കാസ്റ്റ് നെയിം ചോദിക്കുന്നില്ല. അവിടെ ജനറൽ കാറ്റഗറി ആണ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഈ ജനറൽ കാറ്റഗറി ആണെന്ന് പ്രൂവ് ചെയ്യാൻ ആയിരിക്കുന്ന വ്യക്തി OBC,
SC ST വിഭാഗങ്ങളിൽ പെടുന്നതല്ല എന്ന് വ്യക്തത വരുത്തേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. ഇനി ജോലിയൊക്കെ ലഭിച്ച് മുന്നോട്ട് പോയിട്ടുള്ള കുറച്ച് പ്രായമായിട്ടുള്ളവര് അവരുടെ രേഖകളിൽ മറ്റു രീതിയിൽ കിടക്കുന്ന പേരുകൾ തിരുത്തേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളും വരുന്നില്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. എന്നാൽ ഈ കാലഘട്ടത്തിൽ പുതിയ അഡ്മിഷനായിട്ട് പോവുകയും മറ്റ് കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുമ്പോൾ ഡിനോമിനേഷൻ സൂചിപ്പിക്കേണ്ട ഇടത്ത് സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് തന്നെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തേണ്ടതാണ്. അടുത്തതായിട്ട് കടന്നു വരുന്ന സംശയം, മാതാപിതാക്കളുടെ പേരുകളിൽ RCSC റോമൻ കാത്തലിക് എന്നൊക്കെ കിടക്കുകയും എന്നാൽ അവരുടെ മക്കളുടെ ഈ കാലഘട്ടത്തിൽ രേഖപ്പെടുത്തുന്ന പേരുകളിൽ സിറോ മലബാർ സിറിയൻ കാത്തലിക് എന്ന് രേഖപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇവ രണ്ടും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ മുന്നോട്ട് പോകുന്ന വേളയിൽ ഉണ്ടാകുമോ എന്നതാണ് ന്യായമായ ഒരു സംശയം. എന്നാൽ ഇത്തരത്തിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും അങ്ങനെ രേഖപ്പെടുത്തി കിടക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നില്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 3 വർഷമായിട്ട് സർക്കാർ ഉത്തരവിറക്കിയിട്ടും ഇപ്പോഴും നമ്മൾ തെറ്റായി രേഖപ്പെടുത്തുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്.